ഗുജറാത്തും ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ നടപടി ആരംഭിച്ചു. കരട് തയ്യാറാക്കാൻ ഗുജറാത്ത് സർക്കാർ 5 അംഗ സമിതിക്ക് രൂപം നൽകി. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ അധ്യക്ഷതയിലാണ് സമിതി. ബി ബാലഗോപാൽ ചേർന്നുണ്ട്. ബാലു, അങ്ങനെ ഗുജറാത്ത് കൂടി ചുവടുവയ്പ് നടത്തുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സമിതിയുമായി ബന്ധപ്പെട്ടും അതിനെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഘടന സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ? പ്രജീഷ, ഉത്തരാഖണ്ഡ് സർക്കാരിന് പിന്നാലെ ഗുജറാത്ത് സർക്കാരും ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് ഈ സമിതി രൂപീകരിച്ച, അതായത് ഈ കരട് ഗുജറാത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള കരട് നിയമനിർമ്മാണം അത് തയ്യാറാക്കുന്നതിന് 5 അംഗ സമിതിക്ക് രൂപം നൽകിയതായി അറിയിച്ചിരിക്കുന്നത്. ഈ 5 അംഗ സമിതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി നേതൃത്വം നൽകുമെന്നാണ് ഈ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ഉത്തരാഖണ്ഡ് സർക്കാരിന് വേണ്ടി ഈ കരട് തയ്യാറാക്കിയതും ജസ്റ്റിസ് രഞ്ജന ദേശായി ആയിരുന്നു. 45 ദിവസത്തിനുള്ളിൽ ഈ കരട് തയ്യാറാക്കി നൽകുവാനാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേശായി അധ്യക്ഷയായ സമിതിയോട് ഗുജറാത്ത് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കണം ഈ കരട് തയ്യാറാക്കി റിപ്പോർട്ട് നൽകേണ്ടതെന്ന് ഈ സമിതിക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും 1.5 മാസത്തിനുള്ളിൽ തന്നെ ഈ കരടിന്റെ പകർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റ് തുടർ നടപടികൾ ഗുജറാത്ത് സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രജീഷ്. ശരി, ബി ബാലഗോപാൽ, ഡൽഹിയിൽ.